ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാനൊരു ലഞ്ച് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ കാണിക്കുന്നത് ഒരു കിടുക്കാച്ചി കുടുക്ക ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇനി ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷമാണ് കേട്ടോ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങിയത്. കടുക്ക ഞാൻ ഓൾറെഡി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, കുളിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ഈ കടുക്കൊന്ന് വേവിച്ചെടുക്കണം. മുഴുവനായിട്ട് വേവിക്കണ്ട, ഒരു ഹാഫ് വേവാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് മാറ്റിയിട്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കണ്ട, അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇനി ബിരിയാണിയിലേക്ക് വേണ്ട മറ്റ് ചേരുവകളെല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കിലോഗ്രാം അരി വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അതിലേക്ക് 1.5 കിലോഗ്രാം കടുക്കയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 1 കിലോഗ്രാം ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് ഒരു 15 മിനിറ്റ് നേരത്തേക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോഴേക്കും കടുക്ക തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റോക്കൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് അരിച്ചെടുത്തിട്ട് അതിൻ്റെ സ്റ്റോക്ക് വേറെ മാറ്റി വെക്കാം. ഈ സ്റ്റോക്ക് നമുക്ക് ആവശ്യമുള്ളതാണ്, കളയരുത്. ഇനി കടുക്ക ചൂടാറിയതിന് ശേഷം അതിലേക്ക് മസാല പൗഡറുകൾ ആഡ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതൊന്ന് തണുക്കുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് മസാലയിലേക്ക് വേണ്ടിയിട്ടുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇവയെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. പതിനഞ്ച് മിനിറ്റിന് ശേഷം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി ഒന്ന് വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇപ്പോൾ കടുക്ക ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല പൗഡറുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നേരത്തെ ഇത് വേവിച്ച സമയത്ത് ചേർത്തത് കൊണ്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. അഥവാ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഓരോ ബാച്ചായിട്ട് കടുക്കയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ കടുക്ക എന്ന് പറയുന്നത് ചിലർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ചിലരിതിന് കല്ലുമ്മക്കായ എന്നാണ് പറയുക. ഞങ്ങൾ കൂടുതലായിട്ടും കടുക്ക എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ആദ്യം ഫ്രൈ ചെയ്തെടുക്കാനുള്ള സവാള നൈസായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 2 സവാളയാണ് അതിന് വേണ്ടിയിട്ട് എടുത്തത്. ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള മസാലയിലേക്കുള്ള സവാളയാണിത്. 4 സവാളയാണ് എടുത്തത്. ഒരു മീഡിയം സൈസിലുള്ള 4 സവാള എടുത്താൽ മതി. അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി വേണ്ടത് 3 തക്കാളിയാണ്. അതും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒരു ബാച്ച് കടുക്ക ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി, വല്ലാതെ അങ്ങോട്ട് മുരിഞ്ഞു പോകരുത്. അപ്പോൾ ആ കടുക്കയുടെ ടേസ്റ്റ് ഒന്നും കിട്ടാതാവും. അടുത്ത ബാച്ചും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അടുത്ത് നമുക്ക് മറ്റൊരു പാനിൽ ബിരിയാണിയിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സവാളയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യും ഒരു 5-6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ ലാസ്റ്റ് ബാച്ച് കടുക്കയും കൂടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ട് അതിലേക്ക് നമുക്ക് മസാലയിലേക്ക് വേണ്ടിയിട്ടുള്ള സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം.
അപ്പോൾ ഇതാ ആ സെയിം എണ്ണയിലേക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആവശ്യമെങ്കിൽ കുറച്ചും കൂടെയും എണ്ണയും നെയ്യൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴേക്കും ഇപ്പുറത്തെ പാനിലുള്ള എണ്ണയും ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കരിയാതെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതേ സമയം റൈസ് റെഡിയാക്കാനുള്ള വെള്ളം അളന്നെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ 1.5 കപ്പ് അരിയാണുള്ളത്. അപ്പോൾ അതിന് 3 കപ്പ് വെള്ളം വേണം. അപ്പോൾ എൻ്റെ അടുത്ത് 1 കപ്പ് കടുക്കയുടെ സ്റ്റോക്ക് ഉള്ളത് കാരണം 2 കപ്പ് വെള്ളം തിളപ്പിച്ചാൽ മതി. അപ്പോഴേക്കും സവാള ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാഷ്യൂവും കിസ്മിസും കൂടെ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ കാഷ്യൂ കിസ്മിസ് എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റൈസിന് വേണ്ടിയിട്ടുള്ള പട്ട, ഗ്രാമ്പൂ, ഏലക്ക എന്നിവ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 പീസ് പട്ട, 10 ഗ്രാമ്പൂ, 4 ഏലക്കയാണ് എടുത്തത്. പിന്നെ ഒരു സവാളയുടെ ഒരു ഹാഫും കൂടെ അരിഞ്ഞിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴന്നു വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് റൈസ് തയ്യാറാക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പുറത്തേതാ നമ്മളുടെ മസാല റെഡി ആവുന്നുണ്ട്. അപ്പോൾ സവാള ഏകദേശം വഴന്നു വന്നപ്പം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ റൈസ് റെഡിയാക്കി എടുക്കാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നേരത്തെ വെള്ളം വാരാൻ വെച്ചിട്ടുണ്ടായിരുന്ന അരി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് കടുക്കയുടെ സ്റ്റോക്കും കൂടെ ചേർക്കാനുണ്ട്. അതുകൊണ്ട് നമ്മൾ വെള്ളം അളന്നെടുക്കുമ്പോൾ അതിനനുസരിച്ച് വേണം വെള്ളം അളന്നെടുക്കാൻ. അപ്പോൾ ഇവിടെ നെയ്ച്ചോറ് വെച്ചിട്ടാണ് കേട്ടോ ബിരിയാണി റെഡിയാക്കുന്നത്. അപ്പോഴേക്കും സവാള വഴന്നു വന്നു. അതിലേക്ക് 3 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് ചേർത്ത് കൊടുത്തു. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്കും അരിയൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് 1 നാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ മസാല ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച കടുക്ക ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. നേരത്തെ ചേർക്കേണ്ടതായിരുന്നു, മറന്നുപോയതായിരുന്നു. ഇനി ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്കും ഇതാ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി പാകത്തെ വേവായിട്ടുണ്ട്. അവസാനമായിട്ട് ഇതിലേക്ക് 1 പിടി മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മസാല ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് ദം ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ഇവിടെ 3 കുടുക്ക റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഗോതമ്പ് പൊടി പച്ചവെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കാം. മൈദപ്പൊടി യൂസ് ചെയ്യണമെന്നുള്ളവർക്ക് മൈദപ്പൊടി യൂസ് ചെയ്തിട്ടും ദം ചെയ്തെടുക്കാം. അപ്പോൾ അത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ കുടുക്കയുടെ അടിഭാഗത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു വാഴയിലയുടെ കഷ്ണം എടുത്തിട്ട് ഒന്ന് ആവി കൊള്ളിച്ചതിന് ശേഷം അതിൻ്റെ അടിയിൽ വെച്ച് കൊടുത്ത് പിന്നെ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. റൈസ് ആണെങ്കിൽ റൈസ് ഇട്ട് കൊടുക്കുക. ഇനി കരിയാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ റൈസ് ഇട്ട് കൊടുക്കുക അടിയിൽ. പിന്നെ മസാല ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ അടിയിൽ മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് റൈസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഗരം മസാലയൊക്കെ കുറവാണ് തോന്നുകയാണെങ്കിൽ കുറച്ച് ഗരം മസാലയൊക്കെ
വിതറി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മസാലയിൽ അത്യാവശ്യം ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് വേറെ എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നില്ല. നമ്മൾ സാധാരണ ബിരിയാണി ദം ചെയ്യുന്ന പോലെ തന്നെ ഇതിലും ദം ചെയ്തെടുക്കുക. എന്നിട്ട് നല്ലോണം തവി വെച്ചിട്ട് അമർത്തി കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ദം ചെയ്തെടുക്കുക. അടിയിൽ മാത്രം മസാല ഇട്ടിട്ടോ അല്ലെങ്കിൽ ലെയറായിട്ട് മസാല ഇട്ടിട്ടൊക്കെ ദം ചെയ്തെടുക്കുക. എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നല്ലോണം തവി കൊണ്ട് അമർത്തി കൊടുക്കാൻ മറക്കരുത്. അതിനുശേഷം മുകളിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും സവാളയൊക്കെ ഫ്രൈ ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഈ ഗോതമ്പ് ചപ്പാത്തി കട്ടിയിലൊന്ന് പരത്തിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഒരു കുടുക്ക സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറിയ തീയിലൊന്ന് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് ദം ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഉപ്പാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വേഗത്തിൽ ഒരു കുടുക്ക മാത്രം സെറ്റ് ചെയ്തിട്ട് ദം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചമ്മന്തി അരച്ചെടുക്കുകയാണ്. അതുപോലെ കുറച്ച് സാലഡും ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഉപ്പാക്കുള്ളത് പ്ലേറ്റിലാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് 2 കുടുക്ക കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാഴയില ഒന്ന് വാട്ടിയെടുക്കുകയാണ്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കടുക്കയുടെ സ്റ്റോക്ക് എടുത്തിട്ട് ഈ റൈസ് ഉണ്ടാക്കുമ്പോൾ അതിനൊക്കെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കടുക്കയുടെ ആ ഫ്ലേവർ നല്ലോണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ സ്റ്റോക്കൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലോണം അമർത്തി വെച്ചിട്ട് ദം ചെയ്തെടുക്കുക. അപ്പോൾ മസാലയൊക്കെ മുഴുവൻ എടുത്തതിന് ശേഷം അതിലും കൂടെ റൈസ് ഇട്ടിട്ടൊന്ന് നല്ലോണം ഇളക്കിയെടുക്കുകയാണ്. ശേഷമൊക്കെ പപ്പടം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ആ കുഞ്ഞു കൈ കാണുന്നത് ഷെയ്സിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അവനും ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ചെയ്യുന്നുമുണ്ട്, അതുപോലെ തന്നെ കാഷ്യൊക്കെ എടുത്ത് കഴിക്കുന്നുമുണ്ട്. അപ്പം ഇങ്ങനെ ഗോതമ്പ് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് വെക്കണമെന്നൊന്നുമില്ല. ഫോയിൽ പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ നല്ലോണം അടഞ്ഞു നിൽക്കുന്ന അടപ്പൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതി. നല്ലോണം ദമ്മായിട്ട് നിൽക്കണം എന്നുള്ളൂ. അപ്പോൾ ഇതാ നമ്മളുടെ കുടുക്കയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതിന് മുന്നേ സ്റ്റൗ ഒന്ന് തുടച്ചെടുക്കുകയാണ്. എന്നാൽ പിന്നെ ലാസ്റ്റ് ആ ഒരു പണി ഉണ്ടാവില്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ചപ്പാത്തി വെണ്ട് കീറാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചെറിയൊരു അടപ്പ് വെച്ചിട്ട് അടച്ചു വെച്ചു. ഇനി ഇവിടെയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതാ നമ്മളുടെ ദമ്മ് തുറക്കുകയാണ്. നല്ല ചൂടുണ്ട്. നമ്മളുടെ കടുക്ക ബിരിയാണി നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഉപ്പ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം സൺഡേ ആയിരുന്നു. അതുകൊണ്ട് മക്കൾക്കും ഹസ്കർക്കാർക്കും ഒന്നും ക്ലാസ് ഇല്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പ്ലേറ്റൊക്കെ കഴുകി വെച്ചു.
അപ്പോൾ ഇന്നത്തെ ഈ ഒരു ലഞ്ച് വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.